അറേബ്യയുടെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പുകളിൽ യുദ്ധങ്ങളും ഗോത്രകലഹങ്ങളും രക്തം ചിന്തിയ ഒരു കാലഘട്ടം. ആണിന് പെണ്ണിനുമേൽ സർവാധികാരമുണ്ടായിരുന്ന, സ്ത്രീകൾ വെറും ചരക്കുകളായി മാത്രം കണക്കാക്കപ്പെട്ടിരുന്ന ആ ഇരുണ്ട യുഗത്തിലേക്ക് ഒരാൾ കടന്നുവന്നു. അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു സൈന്യാധിപനായിരുന്നു, അതിലുപരി വിശ്വസ്തനായ ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ ലോകം അധികം ചർച്ച ചെയ്യാത്ത, എന്നാൽ ചരിത്രം സുവർണലിപികളിൽ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമുണ്ട്. ഒരു ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹം തന്റെ വീടിനുള്ളിൽ എങ്ങനെയായിരുന്നു? ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ആ മനുഷ്യൻ, പ്രവാചകൻ മുഹമ്മദ് നബി, തന്റെ ഭാര്യമാരോട് പുലർത്തിയ ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും രഹസ്യങ്ങളെന്തായിരുന്നു? അത്യന്തം വിസ്മയിപ്പിക്കുന്ന ആ ജീവിതയാത്രയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. മദീനയിലെ ആ ചെറിയ വീടുകൾക്കുള്ളിൽ നടന്നിരുന്ന കാര്യങ്ങൾ വെറുമൊരു കുടുംബജീവിതം മാത്രമായിരുന്നില്ല. അത് ലോകത്തിനു മുഴുവൻ മാതൃകയാകേണ്ട ഒരു വലിയ പാഠപുസ്തകമായിരുന്നു. മദീനയുടെ അധിപനായിരിക്കുമ്പോഴും ആയിരക്കണക്കിന് അനുചരന്മാർ അദ്ദേഹത്തിന്റെ വാക്കിനായി കാതോർക്കുമ്പോഴും സ്വന്തം വീട്ടിലെത്തിയാൽ അദ്ദേഹം ആരുമായിരുന്നു? അദ്ദേഹം തന്റെ വസ്ത്രങ്ങൾ സ്വയം തുന്നി, ചെരുപ്പുകൾ നന്നാക്കി, വീട്ടിലെ ജോലികളിൽ പങ്കുചേർന്നു. നിങ്ങളിൽ ഉത്തമൻ തന്റെ കുടുംബത്തോട് ഉത്തമമായി പെരുമാറുന്നവനാണ് എന്ന വിപ്ലവാത്മകമായ പ്രഖ്യാപനം അദ്ദേഹം വെറുതെ പറയുകയായിരുന്നില്ല, മറിച്ച് ജീവിച്ചു കാണിക്കുകയായിരുന്നു. ആയിഷ ബീവിയുമായുള്ള അദ്ദേഹത്തിന്റെ ജീവിതം നോക്കൂ. ആ സ്നേഹപ്രകടനം ഇന്നും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരേ പാത്രത്തിൽ നിന്ന് അവർ ആഹാരം കഴിച്ചു. ആയിഷ ബീവി വെള്ളം കുടിച്ച അതേ പാത്രത്തിൽ, അവർ ചുണ്ടുവെച്ച അതേ ഭാഗത്ത് തന്നെ ചുണ്ടുവെച്ച് അദ്ദേഹം വെള്ളം കുടിക്കുമായിരുന്നു. എത്ര മനോഹരമായ ഒരു പ്രണയസങ്കല്പം! പള്ളിക്കകത്ത് ഇത്തിക്കാഫിരിക്കുമ്പോൾ പോലും ആയിഷ ബീവിയെക്കൊണ്ട് തല ചികിപ്പിക്കുമായിരുന്നു ആ പ്രവാചകൻ. അവരുടെ ഇടയിലുണ്ടായിരുന്ന ആത്മബന്ധം കേവലം ദാമ്പത്യത്തിനപ്പുറം ആഴത്തിലുള്ള സൗഹൃദമായിരുന്നു. ഒരിക്കൽ അവർ തമ്മിലൊരു ഓട്ടമത്സരം നടത്തി. ആയിഷ ബീവി ജയിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മത്സരിച്ചപ്പോൾ പ്രവാചകൻ ജയിക്കുകയും ഇത് അന്നത്തെ മത്സരത്തിന് പകരമാണ് എന്ന് തമാശയായി പറയുകയും ചെയ്തു. ഗൗരവക്കാരനായ ഒരു ഭരണാധികാരിയിലല്ല, മറിച്ച് തന്റെ പങ്കാളിയുടെ സന്തോഷത്തിനായി ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം അവിടെ കാണുന്നത്. എന്നാൽ ഈ സ്നേഹം വെറുമൊരു പ്രകടനമായിരുന്നില്ല. പ്രതിസന്ധികളിൽ അദ്ദേഹം കാട്ടിയ ക്ഷമ അതുല്യമായിരുന്നു. ഒരിക്കൽ ഒരു ഭാര്യ മറ്റൊരു ഭാര്യയുടെ വീട്ടിലേക്ക് ഭക്ഷണം കൊടുത്തയച്ചപ്പോൾ അസൂയ മൂലം അത് തട്ടിത്തെറിപ്പിക്കപ്പെട്ടു. പാത്രം ഉടഞ്ഞു, ഭക്ഷണം ചിതറി. അവിടെ പ്രവാചകൻ കോപിച്ചില്ല, ശബ്ദമുയർത്തിയില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചിതറിയ ഭക്ഷണം പെറുക്കിയെടുത്തു പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയ്ക്ക് അസൂയ തോന്നിയിരിക്കുന്നു. എത്ര വലിയൊരു പാഠമാണിത്! സ്ത്രീ സഹജമായ വികാരങ്ങളെ മാനുഷികമായ പരിഗണനയോടെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സഫിയ ബീവിയുമായുള്ള യാത്രയിൽ അവർ കൊട്ടകപ്പുറത്ത് കയറാൻ പ്രവാചകൻ തന്റെ മുട്ടുകാലുകൾ ചവിട്ടുപടിയായി നൽകിയത് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. തന്റെ അന്തസ്സിനേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകിയത് തന്റെ പങ്കാളിയുടെ സൗകര്യത്തിനായിരുന്നു. ഒരിക്കൽ സഫിയ ബീവി കരയുകയായിരുന്നു. പ്രവാചകൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? താനൊരു ജൂതവംശജയാണെന്ന് മറ്റുള്ളവർ പരിഹസിക്കുന്നുവെന്ന് അവർ പരിസരവതിയായി പറഞ്ഞപ്പോൾ പ്രവാചകൻ നൽകിയ മറുപടി അവരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നതായിരുന്നു. നീ പറയൂ, എന്റെ പിതാവ് ഹാറൂൻ നബിയാണ്, എന്റെ പിതൃവ്യൻ മൂസാ നബിയാണ്, എന്റെ ഭർത്താവ് മുഹമ്മദ് നബിയാണ്. ആ വാക്കുകൾ അവരുടെ വേദനകളെ മായ്ച്ചു കളഞ്ഞു. ഖദീജ ബീവിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം മരണശേഷവും തുടർന്നു. ഖദീജയുടെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. ആ പഴയകാല സ്മരണകളെ അദ്ദേഹം അത്രമേൽ താലോലിച്ചു. സ്നേഹം എന്നത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നൽകേണ്ട ഒന്നല്ലെന്നും അത് ആത്മാവിൽ പതിഞ്ഞ ഒന്നാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. നീതിയുടെ കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല. തന്റെ ഭാര്യമാർക്കിടയിൽ സമയം പങ്കിടുന്നതിലും ചെലവുകൾ നൽകുന്നതിലും അദ്ദേഹം കൃത്യമായ നീതി പുലർത്തി. ഓരോരുത്തർക്കും അർഹമായ പരിഗണനയും ബഹുമാനവും നൽകി. യുദ്ധക്കളങ്ങളിലേക്ക് പോലും അവരെ കൂടെ കൂട്ടുന്നത് അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനായിരുന്നു. ഹുദൈബിയ സന്ധിയിൽ അനുചരന്മാർ സംശയത്തിലായപ്പോൾ പ്രവാചകൻ കൃത്യമായ ഉപദേശം നൽകിയത് ഭാര്യ ഉമ്മു സൽമയായിരുന്നു. ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ അഭിപ്രായത്തിന് എത്രത്തോളം വില നൽകണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. അവസാന നാളുകളിൽ പ്രവാചകൻ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുമ്പോഴും അദ്ദേഹം ആവശ്യപ്പെട്ടത് ആയിഷ ബീവിയുടെ വീട്ടിൽ കഴിയാനായിരുന്നു. അവരുടെ മടിയിൽ തലവെച്ച് ആ കയ്യിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മരണം തൊട്ടു മുന്നിൽ നിൽക്കുമ്പോഴും തന്റെ പ്രിയപ്പെട്ടവളോടുള്ള സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ച കൂടുമ്പോൾ, മക്കയിലെയും മദീനയിലെയും ആ ചെറിയ വീടുകൾക്കുള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അവിടെ അധികാരത്തിന്റെ ഗർവില്ലായിരുന്നു, പുരുഷ മേധാവിത്വത്തിന്റെ അഹങ്കാരമില്ലായിരുന്നു. പകരമുണ്ടായിരുന്നത് പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയും അളവറ്റ സ്നേഹവുമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി ഒരു മതം മാത്രമല്ല പഠിപ്പിച്ചത്, മറിച്ച് ഒരു സ്ത്രീയെ എങ്ങനെ രാജ്ഞിയെപ്പോലെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും കൂടിയാണ്. സമാധാനത്തിന്റെ ആ മതം വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്രവാചകന്റെ ജീവിതം നമ്മോട് വിളിച്ചു പറയുന്നത് ഇതാണ്: ലോകത്തെ കീഴടക്കുന്നതിനേക്കാൾ വലിയ പുണ്യം തന്റെ കൂടെ കഴിയുന്നവളുടെ ഹൃദയം കീഴടക്കുന്നതാണ്. ആ സ്നേഹത്തിന്റെ പാത പിന്തുടരുക എന്നതാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരം. സ്നേഹപൂർണമായ ഒരു കുടുംബം പണിയാൻ അദ്ദേഹത്തിന്റെ ജീവിതം എന്നും നമുക്ക് വെളിച്ചമായിരിക്കട്ടെ.